ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എങ്ങനെ ഒരു പെൺകുട്ടിയെ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷിനെ ഫ്ലർട്ട് ചെയ്ത് വളച്ചെടുക്കുക. ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഒട്ടുമിക്ക ബോയ്സിനും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതിതാണ്, നിങ്ങളുടെ ക്രഷിനോട് ഇപ്പം നിങ്ങൾ അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾ അവരോട് സംസാരിക്കുന്നു, കോമഡി പറയുന്നു, ഹ്യൂമർ പറയുന്നു, എല്ലാം പറയുന്നു. അപ്പോൾ ഫ്ലിർട്ടിങ് എന്ന രീതിയിലാണ് നിങ്ങളിതൊക്കെ പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധയോടെ അവർ കേൾക്കുന്നു, നിങ്ങളോട്ട് ഭയങ്കര കമ്പനിയാവുന്നു, അവർ നിങ്ങൾ പറയുന്ന ഹ്യൂമർ സെൻസിനെല്ലാം ചിരിക്കുന്നു, അവർ നിങ്ങളോട് പറയുന്നത് നീ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തോന്നുന്നു അവർ കൺവിൻസ്ഡായി, അവർ നിങ്ങളിൽ ഇംപ്രസ്ഡായി എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ കുറച്ച് നാളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കും. അവർ നിങ്ങൾ പറയുന്നതിനെല്ലാം ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യും, ചിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവർ നിങ്ങളിൽ ഇംപ്രസ്ഡായി, നിങ്ങളോട് ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നിക്കാണും. അപ്പോൾ ഇപ്പോൾ പ്രപ്പോസ് ചെയ്താൽ ഒരു പക്ഷേ അവരത് അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്യുന്നു, പക്ഷേ അവർ പറയുന്നു, അല്ലെങ്കിൽ അവർ ആ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല, നീ എന്താണ് ഈ പറയുന്നത്, നിന്നെ ഞാൻ ഫ്രണ്ടായിട്ടാണ് അല്ലെങ്കിൽ ബ്രദറായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അല്ല വേറൊരു കണ്ണോടെ ഞാൻ നിന്നെ കണ്ടിട്ടില്ല. ഒട്ടുമിക്ക ബോയ്സിൻ്റെ ലൈഫിലും സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും ഇതൊക്കെ. അപ്പോൾ ഇവിടെ അവർക്ക് തോന്നുന്ന ചില സംശയങ്ങളുണ്ട്. അതായത് ഞാൻ അവരെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിച്ചതാണ്, അതായത് അവർ ഞാൻ പറയുന്ന തമാശകൾക്കൊക്കെ ചിരിക്കുമായിരുന്നു, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമായിരുന്നു, എന്നോട് ഞാൻ അവർക്കൊരു സ്പെഷ്യാലിറ്റി ഫീല് ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അവർ റിജക്റ്റ് ചെയ്തത്? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി മനസ്സിലാക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നു, ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാനിവിടെ എടുത്തു പറയാം. അത് വേറൊന്നുമല്ല, ഒരിക്കലും എപ്പോഴും ഒരു പെൺകുട്ടിയെ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കരുത്. പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഈ പെൺകുട്ടികളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചളി വാരിയങ്ങ് വിതറും, അതുപോലെ ഒരുപാട് ഹ്യൂമർ സെൻസ് പറയും. ചിലപ്പോൾ ഇവരൊക്കെ ഇതൊക്കെ കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യും, ചിരിക്കും, സംഭവം എല്ലാം ഇമ്പ്രസ്ഡൊക്കെ ആകുമായിരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പ്രഷൻ ആയിരിക്കില്ല സത്യത്തിൽ അവർക്ക് തോന്നുക. അതും അല്ലെങ്കിൽ നമുക്ക് വേണ്ട, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീലിംഗ് ആയിരിക്കില്ല അവർക്ക് അപ്പം നമ്മളോട് തോന്നുക. നിങ്ങൾ ഒരുപാട് അവരെ സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യിക്കാൻ ശ്രമിച്ചാൽ അവിടെ അവരുടെ ഈഗോ ഉണരുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, അവർ നിങ്ങളെ അപ്പോൾ കാണുന്നത് അവരുടെ ഒരു ഫാനായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കാണുന്നത് ഒരു ഫ്രണ്ടായിട്ടായിരിക്കും. അതായത് നിങ്ങൾ ഡയറക്റ്റ്ലി അപ്പോൾ പോകുന്നത് അവരുടെ ഫ്രണ്ട് സോണിലേക്കാണ്. പെൺകുട്ടികൾക്ക് എപ്പോഴും അവരെ ഒരുപാട് സ്പെഷ്യൽ ഫീൽ ചെയ്യിക്കാത്ത, അവരെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിക്കാൻ ശ്രമിക്കാത്ത പുരുഷന്മാരോടാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അതായത് നിങ്ങളുടെ സംസാരം താരതമ്യേന കുറയ്ക്കുക. അതായത് നിങ്ങൾ നല്ലോണം സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ നിയന്ത്രണം കൊണ്ടുവരിക. കുറച്ച് മാത്രം സംസാരിക്കുക. ചിലർ പറയാറുണ്ട്, ഞാൻ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ, പക്ഷേ ആർക്കും എന്നോട് ഒരു അട്രാക്ഷൻ തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഒരു ഫീലിംഗും എന്നോട് തോന്നുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന്. അങ്ങനെയുള്ളവരോടാണ് നിങ്ങൾ കുറച്ച് മാത്രമേ സംസാരിക്കത്തുള്ളായിരിക്കും, പക്ഷെ സംസാരിക്കുന്നത് മുഴുവൻ ഒരുപക്ഷെ നിങ്ങളെപ്പറ്റിയോ നിങ്ങളുടെ ലൈഫിനെ പറ്റിയോ മാത്രമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ വാ തുറന്നാൽ നിങ്ങളുടെ ലൈഫിനെ പറ്റി മാത്രമായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിനെ പറ്റി മാത്രമായിരിക്കും നിങ്ങൾ ബ്ലാ 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 അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഓപ്പോസിറ്റ് ഇത് കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിങ്ങളെപ്പറ്റി ഒരു ഡെസ്പറേറ്റ് ഫീലിംഗ് ആയിരിക്കും തരുന്നത്, അല്ലെ അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ കുറച്ച് മാത്രം ഷെയർ ചെയ്യുക. അതുപോലെ സംസാരിക്കുമ്പോൾ കാമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ക്രഷിനോട് നിങ്ങൾ ഫ്ലർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ക്രിഞ്ചാണെങ്കിലും കുറച്ചൊക്കെ നിങ്ങൾ ഹ്യൂമർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന സിറ്റുവേഷൻ, അതുപോലെ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ആ ഒരു ചുറ്റുപാട്, ആ ഒരു സിനേറിയോ, ഇതൊക്കെ മാക്സിമം നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് അവരോട് ഫ്ലിർട്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ നടന്നു പോവുകയാണ്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രഷിനോട് പറയുകയാണ്, നമുക്കിതുപോലെ നൈറ്റ് വാക്ക് നടത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു, ഒരു ബിസ്ക്കറ്റൊക്കെ തിന്നുകൊണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എൻ്റെ കയ്യിലുള്ള ബിസ്ക്കറ്റ് വരുത്തുന്ന നീ തിന്നുകയും ചെയ്യും, എനിക്കൊന്നും കിട്ടത്തുമില്ല. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇതുപോലെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് ക്രിഞ്ചായിട്ട് ഒരിക്കലും തോന്നത്തില്ല. ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ അവരോട് ഫ്ലിർട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ആ സിറ്റുവേഷനും ആ സിനേറിയോയും നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഫ്ലിർട്ട് ചെയ്ത് സംസാരിക്കാൻ, എൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ ഹ്യൂമർ കൂടെ ചേർത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ഇത് നല്ല രീതിയിൽ വർക്കിംഗ് ആവുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.